another exercise problems നോക്കാം. P of A, P of B തന്നിട്ടുണ്ട്. A and B are independent. Find P of A intersection B. A intersection B, P of A intersection B, A, B independent ആയതുകൊണ്ട് it is P of A into P of B ആണ്. രണ്ടിൻ്റെയും പ്രോബിലിറ്റി തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3/5 into 1/5 which is 3/25 is the required probability. Problem വായിക്കാം. 2 cards are drawn at random and without replacement from a pack of 52 cards. Find the probability that both cards are black. 52 cardsന് 2 cards എടുക്കുന്നു, അതിലെ and it is without replacement. So 1/1 draw ആണ്, without replacement. അങ്ങനെയെങ്കിൽ രണ്ട് കാർഡ്സും ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റി നമുക്കറിയാം. 52 കാർഡ്സിലെ 26 ബ്ലാക്ക് കാർഡ്സും ഉണ്ട്, 26 റെഡ് കാർഡ്സും ഉണ്ട്. അപ്പോൾ 26 ആണ് ബ്ലാക്ക് കാർഡ്സ്. സോ what is the probability of getting a black card in the first draw and black card in the second draw? So probability of getting black card in the first draw എന്ന് പറയുന്നത് 26 black cards ഉണ്ട് out of 52 and second draw എടുക്കണു under the condition that the first is a black without replacement ആണ്. അതുകൊണ്ട് and എന്ന് പറയുമ്പോൾ multiplication remaining cards 51 ആവുള്ളൂ out of and how many black cards 25 കാരണം without replacement ആണ്. രണ്ടാമതും black card കിട്ടണം. So there is only 25. So 26/52 into 25/51. This is 1/2. So it is 25/102 is the required probability. Another problem. A box of oranges is inspected by examining 3 randomly selected oranges drawn without replacement. അതായത് ബോക്സ് ഓഫ് ഓറഞ്ചസ് അത് സെലക്ട് ചെയ്യുന്നത്, അത് ഇൻസ്പെക്ട് ചെയ്യാണ്. 3 ഓറഞ്ചസ് റാൻഡംലി സെലക്റ്റഡ് ഓറഞ്ചസ് ഡ്രോൺ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. 3 ഓറഞ്ച് എടുക്കുകയാണ്, അത് 1/1 വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ 3 ഡ്രോസ് ആണ് അവിടെ ഉള്ളത് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. If all the 3 oranges are good, the box is approved for sale or otherwise it is rejected. Find the probability that a box containing 15 oranges out of which 12 are good and 3 are bad ones will be approved for sale. അതായത് 3 ഓറഞ്ചസ് എടുക്കുന്നുണ്ട്, അത് 3 ഗുഡ് വൺസ് ആണെങ്കിൽ the box is approved for sale, സെയിലിനായിട്ട് അയക്കുകയാണ്. അല്ലെങ്കിൽ it is rejected. അങ്ങനെ ഒരു ബോക്സിൽ 15 ഓറഞ്ചസ് ഉണ്ട് ഔട്ട് ഓഫ് വിച്ച് 12 ആർ ഗുഡ് ആൻഡ് 3 ആർ ബാഡ്. ഇനി അത് സെയിലിന് പോവാനുള്ള അതിൻ്റെ പ്രോബിലിറ്റി കാണാൻ ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ ഗോ ഫോർ സെയിൽ എന്ന് പറയുമ്പോൾ അതിന്ന് എടുക്കുന്ന 3 ഓറഞ്ചസും എന്തായിരിക്കണം? ഗുഡ് വൺസ് ആയിരിക്കണം, എന്നാലല്ലേ അത് സെയിലിലേക്ക് പോവുള്ളൂ. സോ ദ 3 ഓറഞ്ചസ് ദാറ്റ് വി ടേക്ക് മസ്റ്റ് ബി ഗുഡ് വൺസ്. അതാണ് അവിടെ. അപ്പോൾ ഇവിടുത്തെ 3 ഡ്രോസ് എന്ന് പറയുന്നത് the 3 oranges that we take in the first draw and second draw and third draw are good ones, good oranges varanam. So out of 15 oranges 12 are good and 3 are bad എന്നറിയാം. അതായത് ഫസ്റ്റ് ഡ്രോയിൽ ഓറഞ്ച് എടുക്കണം, ഇറ്റ് ഷുഡ് ഗോ ഫോർ സെയിൽ. അപ്പോൾ അവിടെ 3 കേസും നമ്മൾ ഗുഡ് ഓറഞ്ചസ് ആണ് പ്രതീക്ഷിക്കുന്നത്. സോ ദ ഫസ്റ്റ് ഓറഞ്ച് ഗുഡ് വരാനുള്ള പ്രോബിലിറ്റി 12/15, 12 good ones out of 15. സെക്കൻഡ് റോവും ഓറഞ്ച് ഗുഡ് വരണം, ബട്ട് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് ആയതുകൊണ്ട് 15 എന്നുള്ളത് 14 ആവും. ആൻഡ് ഹൗ മെനി റിമൈനിങ് ഗുഡ് വൺസ്? 11. അഗെയിൻ ഇൻ ദ തേർഡ് ഡ്രോ, multiplication theorem on probability, third draw again a good one which is not replaced before, about 10/13. സോ ഓരോ ഡ്രോയിലും നമുക്ക് ഗുഡ് വൺസ് ആണ് കിട്ടുന്നത്. 12 ഗുഡ് വൺസ്, ദെൻ 11 ഗുഡ് വൺസ്, ദെൻ 10 ഗുഡ് വൺസ്. ഓൾസോ ദ നമ്പർ ഓഫ് ഓറഞ്ചസ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. ഇത് സിംപ്ലിഫൈ ചെയ്യാം. Two 11 22 22 into 2 44 44/13 into 7
44 by 91. 22 into 2, 44. 13 into 7, 91. So required box or the box will go for sale. Adinte probability ennu parayunnathu 44 by 91. Problem nokkam. A fair coin and an unbiased die are tossed. A, head appears on the coin. B, 3 on the die. Are A and B independent? So P of A intersection B is equal to P of A into P of B. ഇവിടെ എക്സ്പെരിമെൻ്റ് എന്താണ്? കോയിനും ഡൈയും എറിയാൻ. സോ കോയിൻ ഹെഡ് കാണിക്കാം. സോ the die is 1. So H1, H2, H3, H4, H5, H6. Or the coin can show tail. So T1, T2, T3, T4, T5 and T6. ഇതാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. Now are A and B independent? അപ്പോൾ എയുടെ ഔട്ട്കം ഏതാ? എ എന്ന് പറയുന്നത് ഹെഡ് അപ്പിയേഴ്സ് ഓൺ ദ കോയിൻ. കോയിൻ ഹെഡ് കാണിക്കണം. സോ ദ ഡൈ ക്യാൻ ബി 1, 2, 3, 4, 5 and 6. കോയിൻ അവിടെ ഹെഡാണ്. നൗ വാട്ട് ഈസ് ബി? 3 ഓൺ ദ ഡൈ. ബി എന്ന് പറയുന്നത് ഡൈ 3 കാണിക്കണം. സോ ഡൈ 3 കാണിക്കുന്നതിൻ്റെ സാമ്പിൾ സ്പേസ്. The die must show 3 means it is H3 or T3. Die 3 കാണിക്കുന്ന outcome. These are the two outcomes. Now A intersection B എഴുതാം. A intersection B വരുന്നത് H3 only. എയും ബിയും ഇൻ്റർസെക്ഷൻ വരുന്നത് H3 only. T3 എയിലില്ല. So H3. So what is P of A intersection B then? It is 1 by out of 6 plus 6, 12. Now what is P of A? P of A is 6 by 12. P of B is 2 by 12. 6 by 12 is 1 by 2. 2 by 12 is 1 by 6. Now P of A intersection B 1 by 12 ആണ്. P of A into P of B നോക്കാം. 1 by 2 into 1 by 6 which is 1 by 12. So P of A intersection B എന്ന് പറയുന്നത് P of A into P of B ആണ്. അതുകൊണ്ട് the given events എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണെന്ന് പറയാം. സോ റൈറ്റ് ദ ഇവൻറ്റ്സ് ഇറ്റ് സാമ്പിൾ സ്പേസ്. അത് കഴിഞ്ഞ് ഓരോന്നിൻ്റെയും പ്രോബിലിറ്റി കാണുക. ചെക്ക് വെദർ P of A intersection B is equal to P of A into P of B. ഇവിടെ ട്രൂ ആയതുകൊണ്ട് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്. ആൻഡ് ദ പ്രോബ്ലം, എ ഡൈ മാർക്ക് 1, 2, 3 ഇൻ റെഡ്, 4, 5, 6 ഇൻ ഗ്രീൻ ഈസ് ടോസ്റ്റ്. അതായത് ഒരു ഡൈയിൽ 1, 2, 3, 4, 5, 6 എന്നുള്ള നമ്പേഴ്സാണ്. പക്ഷെ ഇവിടെ 1, 2, 3 നമ്പേഴ്സ് റെഡ് കളറിലും 4, 5, 6 ഗ്രീൻ കളറിലാണെന്നാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ. എ ബി പറഞ്ഞിട്ടുണ്ട്. ആർ എ ആൻഡ് ബി ഇൻഡിപെൻഡൻറ്റ്. സോ എയുടെ സാമ്പിൾ പോയിൻറ്റ്സ് ഏതാ? ദ നമ്പർ ഈസ് ഈവൺ. 1, 2, 3, 4, 5, 6 even numbers means it is 2, 4, 6. B, the number is red. B എന്ന് പറയുന്നത് number is red. Red numbers എന്ന് പറയുന്നത് 1, 2, 3 ആണ്. So 1, 2, 3. Sample points ആയി. Now probability എഴുതാം. P of A 3 by 6 which is 1 by 2. P of B is again 3 by 6 which is 1 by 2. ഇനി എ ഇൻ്റർസെക്ഷൻ ബി എഴുതാം. എ ഇൻ്റർസെക്ഷൻ ബി 2, 4, 6, 1, 2, 3 ഇല്ലേ 2 ആണ്. 2 ഈസ് ദ കോമൺ എലിമെൻറ്റ്. സോ വാട്ട് ഈസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി? 1 by 6 എന്ന് വരും. നൗ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ 1 by 6, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി നമുക്കറിയാം ഇറ്റ് ഈസ് 1 by 4. ഈക്വൽ അല്ല. പി ഓഫ് എ 1 by 2, പി ഓഫ് ബി 1 by 2 ഇൻറ്റു 1 by 2, 1 by 4. എന്തായാലും 1 by 6ന് ഈക്വൽ അല്ല. അതുകൊണ്ട് we can say that A and B are not independent. Independent events അല്ല. Because P of A intersection B is not equal to P of A into P of B. Problem പറയുന്നത്, let E and F be events with P of E equal to 3 by 5, P of F, P of E intersection F. Are E and F independent? Independent ആവണമെങ്കിൽ
P of E intersection F must be equal to P of E into P of F ആയിരിക്കണം. P of E intersection F എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 1/5. P of E is 3/5. P of F is 3/10. Anyway, 1/5 not equal to 3/5 into 3/10, which is 9/50. 9/50 എന്തായാലും 1/5 equal അല്ല. So we can say that E and F are not independent. So given problem, given that A and B are such that P of A, P of B തന്നിട്ടുണ്ട്. Find P. P എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. First condition if they are mutually exclusive and second if they are independent. അപ്പോൾ first condition നോക്കാം. Mutually exclusive ആണെങ്കിൽ what does that mean? Mutually exclusive എന്ന് വെച്ചാൽ disjoint events ആണ്. A, B disjoint events ആവുമ്പോഴാണ് mutually exclusive എന്ന് പറയുക. What does that mean? A intersection B is equal to null set. Disjoint, there is no common elements between A and B. അങ്ങനെയാണ് mutually exclusive എന്ന് പറയുക. So what will be P of A intersection B? That is equal to 0 ആയിരിക്കും. Probability 0 ആയിരിക്കും. Now you are asked find P. So P of A union B തന്നിട്ടുണ്ട്. According to the theorem, it is P of A plus P of B minus P of A intersection B. Substitute ചെയ്യാം. A union B is 3/5. P of A is 1/2. P of B is P. Minus P of A intersection B is 0 because A and B are mutually exclusive. ഇതിന്ന് P കാണണം. So P is equal to 3/5 minus 1/2. Taking LCM 6 minus 5 which is 1/10. So first case le P mutually exclusive ആണെങ്കിൽ P യുടെ constant value 1/10 ആണ്. Same way the second one if they are independent. Second case independent ആണ്. A യും B യും independent events ആണെങ്കിൽ we know A intersection B is equal to P of A into P of B ആയിരിക്കും. And what is P of A into P of B? P of A is 1/2. P of B is P. Again P of A union B തന്നിട്ടുണ്ട് which is P of A plus P of B minus P of A intersection B. Substitute ചെയ്യാം. P constant കാണാനാണ് ചോദ്യം. So 3/5 is equal to 1/2 plus P minus P of A intersection B എന്നുള്ളത് P of A into P of B ആണ്. Because of independence, therefore we get half into P. ഇതിന്ന് ഈ ഇക്വേഷന് P കാണണം. So 3/5 minus 1/2 is equal to P minus P/2. Again 3/5 minus 1/2 നമുക്കറിയാം which is 1/10. 1/10 is equal to 2P minus P/2. So 1/10 is equal to P/2. Or 10P is equal to 2. So P is equal to 2/10 which is 1/5. So when A and B are independent events, P യുടെ value വരുന്നത് 1/5 ആണ്. Another problem. If A and B are two events such that P of A, P of B, P of A intersection B, find P of not A and not B. P of not A എന്ന് പറയുന്നതാണ് A dash or A complement. And so intersection not B എന്ന് പറയുമ്പോൾ P of B dash. So P of A dash intersection B dash ആണ് ചോദ്യം. Now ഈ A ഡാഷും B ഡാഷും ഇൻഡിപെൻഡൻ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് നേരിട്ട് P of A dash into P of B dash കണ്ടാൽ മതി. അതിന് A dash B dash ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആവണം. നമ്മൾ നേരത്തെ നോട്ടിൽ എഴുതിയിട്ടുണ്ട് if A and B are independent events, A and B dash are independent, A dash and B are independent, A dash and B dash are independent. So ആദ്യം എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് നോക്കാം. Now P of A intersection B എന്ന് പറയുന്നത് P of A into P of B ആയിരിക്കണം if A and B are independent. What is P of A intersection B? 1/8. What is P of A?
1 by 4, P of B 1 by 2, so 1 by 8 is equal to 1 by 8, therefore A and B are independent. A and B are independent events ആണെന്ന് തെളിയിച്ചു. So A and B independent ആണെങ്കിൽ we have A dash and B dash are also independent. Therefore P of A dash intersection B dash എന്നുള്ളത് നേരിട്ട് നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ഡെഫിനിഷൻ കൊടുക്കാം, വിച്ച് ഈസ് P of A dash into P of B dash. Now what is P of A dash? റിസൾട്ട് അറിയാം പ്രോബിലിറ്റിയിൽ ഇമ്പോർട്ടൻറ്റ്. P of A plus P of not A will always be equal to 1. അത് പ്രകാരം P of A dash is 1 minus P of A and P of B dash is 1 minus P of B. Substitute ചെയ്യാം. So 1 minus P of A which is 1 by 4 into 1 minus P of B which is 1 by 2. So LCM 4 minus 1, 3 by 4 into 1 by 2 which is 3 by 8. So P of not A and not B, its probability is 3 by 8. So question le, are A and B independent? A and B independent ആവണമെങ്കിൽ P of A intersection B is equal to P of A into P of B. So P of A, P of B തന്നിട്ടുണ്ട്. സോ എന്ത് പ്രോബിലിറ്റി ആണ് കിട്ടേണ്ടത്? P of A intersection B. P of A intersection B കിട്ടാനായിട്ട് വേറെ ഇൻഫർമേഷൻ ഉള്ളത് P of not A or not B which is 1 by 4. ഇതാണ് തന്നിട്ടുള്ളത്. നോട്ട് A എന്ന് പറഞ്ഞാൽ A dash, നോട്ട് B B dash, or ആണെങ്കിൽ യൂണിയൻ intersection. Now P of A dash union B dash എന്ന് പറയുന്നത് I can write it as P of A intersection B whole dash by De Morgan's law. 11th ൽ പഠിക്കുന്നുണ്ട് De Morgan's law. A union B whole complement is equal to A complement union B complement. So this is what 1 4. Now this is of the form P of A dash. A intersection B ഒരു ഇവന്റ് ആയിട്ട് എടുക്കുക. P of A dash എങ്ങനെയാണ് നമ്മൾ എഴുതാറ്? P 1 minus P of A. അതുപോലെ 1 minus P of A intersection B is equal to 1 by 4 ആണ്. So minus P of A intersection B is equal to 1 by 4 minus 1 which is 1 minus 4 minus 3 by 4. So P of A intersection B എന്ന് പറയുന്നത് 3 by 4 ആണ്. Negative cancelled on both sides. Therefore P of A intersection B കിട്ടി കഴിഞ്ഞു. Now P of A intersection B എന്തിന് ഈക്വൽ ആവണം? P of A into P of B ക്ക് ഈക്വൽ ആവണം. നോക്കാം ലെഫ്റ്റ് ഈക്വൽ ടു റൈറ്റ് ആണോ? P of A intersection B is 3 by 4, P of A is 1 by 2 and P of B is 7 by 12. Anyway will not be equal. ഇവിടെ probability പ്രകാരം ഇത് ഈക്വൽ അല്ല. Therefore what we can say, are A and B independent? A and B are not independent events എന്ന് കൺക്ലൂഡ് ചെയ്യാം. Problem, given two independent events A and B already അവിടെ independent ആണ്, such that P of A, P of B തന്നിട്ടുണ്ട്. Find each of this probability. First one നോക്കാം. P of A and B. A and B എന്ന് പറയുന്നത് P of A intersection B. So independent ആയതുകൊണ്ട് P of A into P of B. What is P of A? 0.3, 0.6. P of A 0.3, P of B 0.6. 0.3 into 0.6, 0.8 ആണ് required probability. Second one, P of A and not B. A and എന്ന് പറയുമ്പോൾ intersection, not B എന്നാൽ B dash. Now A B independent ആണെങ്കിൽ നമുക്കറിയാം എയും ബി ഡാഷും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, എ ഡാഷും ബിയും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓൾസോ എ ഡാഷ് ആൻഡ് ബി ഡാഷ് ആർ ഇൻഡിപെൻഡൻറ്റ്. Therefore this is P of A into P of B dash which is P of A 0.3, P of B dash എന്ന് പറയുമ്പോൾ 1 minus P of B according to the result. P of B dash is equal to 1 minus P of B, that is 0.3 into 1 minus 0.6, 1 minus 0.6, that is 0.3 into 1 minus 0.6 എന്ന് പറയുന്നത് 0.4 ആണ്. So it is 0.12.
The third one, P of A or B. A or B. Or means union. A or B is P of A plus P of B minus P of A intersection B ആണ്. P of A 0.3, P of B 0.6 minus P of A intersection B first result പ്രകാരം 0.18. So we have 0.9 minus 0.18, 0.72. 0.72 is the required probability. The fourth one, P of neither A nor B. Neither A nor B എന്ന് പറയുമ്പോൾ എയും പാടില്ല ബിയും പാടില്ല. A പാടില്ല, A not A. That is what? Neither A nor. And ആണ് എയും A and B പാടില്ല. So not A, which is A dash and B dash. Again independent events കൊടുക്കാം, which is P of A dash into P of B dash. That is equal to 1 minus P of A. P of A dash, which is 1 minus 0.3 into 1 minus 0.6, which is 0.7 into 0.4, which is 0.28. So P of neither A nor B എന്ന് പറയുന്നത് 0.28 ആണ്. Let us see. A die is tossed thrice. Find the probability of getting an odd number at least once. അതായത് one die 3 times എറിയാണ്. അങ്ങനെയാണെങ്കിൽ find the probability of getting an odd number at least once. Minimum one time odd number കിട്ടാനുള്ളതിൻ്റെ probability. Minimum, at least means minimum one time. അപ്പോൾ അത് maximum വരെ നോക്കണം. So minimum one time odd number വരാനുള്ളതിൻ്റെ probability. So 3 times ആയത് കാരണം ഇവിടെ many possibilities നമുക്ക് എഴുതാൻ വരും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് probability of odd number at least once എന്ന് പറയുന്നത് ഇതിൻ്റെ നോട്ട് എഴുതുക. ഇതിൻ്റെ അത് നോട്ട് എ എന്നുള്ള ഇവൻ്റ് എഴുതാം. at least once എന്ന് പറഞ്ഞാൽ not getting any of the odd numbers in the 3 draws. അതായത് 1 minus probability of no odd number in 3 toes. 3 പ്രാവശ്യം വരണേൽ ഒരു ഓഡ് നമ്പറും വരാതിരിക്കുക. ഇത് അറ്റ്ലീസ്റ്റ് വൺസ് ആണ് ചോദ്യം. അതിൻ്റെ നോട്ട് എന്ന് പറയുമ്പോൾ നോട്ട് ഗെറ്റിംഗ് ഓഡ് നമ്പർ ഇൻ എനി ഓഫ് ദ ത്രോസ്. സോ പി ഓഫ് എ ഡാഷ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ യൂസിങ് ദ റിസൾട്ട് പി ഓഫ് എ പ്ലസ് പി ഓഫ് എ ഡാഷ് ഇസ് ഈക്വൽ ടു 1. അത് പ്രകാരം സോ ദിസ് ഈസ് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓഡ് നമ്പർ, നോ ഓഡ് നമ്പർ ഇൻ 3 ടോസ്. 1 ടൈം എറിഞ്ഞു. odd number വരാതിരിക്കാനുള്ള probability means probability of even number ആണ്. probability of even number, no odd number in 3 toes. അപ്പോൾ ഒരു പ്രാവശ്യം എറിയുമ്പോൾ odd number വരാതിരിക്കാനുള്ള probability means getting even number ആയിരിക്കണം. even number നമുക്കറിയാം 1 2 3 4 5 6. ഇതിൽ even number വരുന്നത് 2 4 6. 3 outcomes out of 6, which is 1/2. So ഒരു പ്രാവശ്യം വരുമ്പോൾ ഓഡ് നമ്പർ വരാതിരിക്കാനുള്ളതിൻ്റെ പ്രോബിലിറ്റി 1/2. ഇതേപോലെ സെക്കൻഡ് ത്രോ, ഫസ്റ്റ് ത്രോ നോ ഓഡ് ആൻഡ് സെക്കൻഡ് ത്രോ നോ ഓഡ് ആൻഡ് തേർഡ് ത്രോ ഓൾസോ നോ ഓഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് ത്രോയിൽ നോ ഓഡ് ആൻഡ് സോ ഇൻടു സെക്കൻഡ് ത്രോ നോ ഓഡ് ആൻഡ് തേർഡ് ത്രോ നോ ഓഡ്. ദിസ് ഈസ് ദ പ്രോബിലിറ്റി. ദാറ്റ് ഈസ് 1 minus 1/8, which is 7/8 is the required probability. So probability that or getting odd number at least once is 7/8 when a die is thrown 3 times. So consider the problem. 2 balls are drawn at random with replacement from a box containing 10 black and 8 red balls. Find the probability that. 3 question ഉണ്ട്. First one, both balls are red. ഒരു ബോക്സിൻ്റെ നിന്ന് 2 balls എടുക്കുകയാണ് വിത്ത് റീപ്ലേസ്മെൻറ്റ്. അതായത് ഫസ്റ്റ് ഡ്രോ എടുത്തു, അത് തിരിച്ചു വെച്ചു, അതിൻ്റെ കളർ നോക്കി തിരിച്ചു വെക്കുകയാണ്. അഗെയിൻ സെക്കൻഡ് ഡ്രോയിലെടുത്തു, ബോൾ നോക്കുകയാണ്. അങ്ങനെ 2 balls എടുക്കുന്നതിൽ ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് ബോൾസ് ആർ റെഡ് മീൻസ് ഫസ്റ്റ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഇൻ ദ ഫസ്റ്റ് ഡ്രോ ആൻഡ് റെഡ് ഇൻ ദ സെക്കൻഡ് ഡ്രോ. ബോത്ത് ബോൾസ് ആർ റെഡ്, ഫസ്റ്റ് റെഡ് ആൻഡ് സെക്കൻഡ് റെഡ്. അപ്പോൾ 2 ബോൾസും റെഡ് ആവാനുള്ളതിൻ്റെ പ്രോബിലിറ്റി.
ഇത് ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് ആണ്, വൺ ഈസ് നോട്ട് അഫക്റ്റിംഗ് ദ അതർ. അതുകൊണ്ട് പി ഓഫ് R1 ഇൻറ്റു പി ഓഫ് R2, പ്രോബിലിറ്റി ഓഫ് R1 ഫസ്റ്റ് ഡ്രോയില് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി, റെഡ് ബോൾ എത്രയെന്ന് വരാം, 8 റെഡ് ബോൾസ് ഔട്ട് ഓഫ് 18 ബോൾസ്. ആൻഡ് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ, അഗെയിൻ ഗെറ്റിംഗ് എ റെഡ് ബോൾ ഇൻ ദ സെക്കൻഡ് ഡ്രോ. ഇവിടെ റീപ്ലേസ് ചെയ്തതുകൊണ്ട് 8 റെഡ് ബോൾസ് തന്നെ ഉണ്ട് സെക്കൻഡ് ഡ്രോയിലും. സോ ഇറ്റ് ഈസ് 8 ഔട്ട് ഓഫ് 18. സിംപ്ലിഫൈ ചെയ്ത് ആൻസർ ചെയ്താൽ മതി. സോ ഹിയർ 2, 4, 2, 9 which is 16 by 81. This is the required probability. ഇതേപോലെ സെക്കൻഡ് പ്രോബ്ലം പറയുന്നത് ഫസ്റ്റ് ഈസ് റെഡ് ആൻഡ് സെക്കൻഡ് ഈസ് ബ്ലാക്ക്. The first ball is black and second is red. Second is red, first is black. Same experiment le first ball black um second ball red um varanulinde probability endha. So first is black means first draw black and second draw is red. Second le red varanula probability. So first ball black can come from 10. So 10 by 18 again replace ചെയ്തിട്ടുണ്ട്. So total 18 തന്നെ, but red ball ആണ് സെക്കൻഡ് ഡ്രോയില് വരണം. So സെക്കൻഡ് ഡ്രോയില് റെഡ് വരാൻ 8 by 18. Getting a black, getting a red. So 10 by 18, 2, 5, 2, 9, 2, 4, 2, 9, 5, 4, 20 by 81. This is the required probability. ഇനി തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് one of them is black and the other is red. Probability of one is black and other is red. ഇതിന്റെ പ്രോബിലിറ്റി എന്താ? Find the probability that two balls എടുക്കുന്നതിലെ one is black, the other is red. രണ്ട് ബോൾസ് ആണ് കയ്യിലുള്ളത്, ഒന്ന് ബ്ലാക്ക് ആവണം, ഒന്ന് റെഡ് ആവണം. സോ കൺസിഡർ ദ പോസിബിലിറ്റീസ്. രണ്ട് ഡ്രോസ് ആയിട്ട് എടുക്കുമ്പോൾ ഫസ്റ്റിൽ എനിക്ക് ബ്ലാക്ക് വരാം, സെക്കൻഡിൽ റെഡ് വരാം. ഓർ അതൊരു പോസിബിലിറ്റി ആണ്. ഓർ ഫസ്റ്റിൽ ബ്ലാക്ക് തന്നെ വരണമെന്നില്ല. സോ സെക്കൻഡ് പോസിബിലിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റിൽ റെഡ് വരാം, ഓർ സെക്കൻഡിൽ ബ്ലാക്ക് വരാം. സോ ദ റിക്വയർഡ് പ്രോബിലിറ്റി ഈസ് one is black and other is red. So first is black and the second is red, or first is red and second is black. ഇതാണ് റിക്വയർഡ് പ്രോബിലിറ്റി. ഫസ്റ്റിൽ ബ്ലാക്ക്, സെക്കൻഡിൽ റെഡ് വരാം, അതൊരു പോസിബിലിറ്റി ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഫസ്റ്റ് ഈസ് ബ്ലാക്ക് ആൻഡ് സെക്കൻഡ് ഈസ് റെഡ്. അത് അവിടെ ആ ഒരു ഇവന്റേ നടക്കുന്നുള്ളൂ. ഫസ്റ്റ് ബ്ലാക്കും സെക്കൻഡ് റെഡും ആണ്. പക്ഷെ ഇവിടെ പറയുന്നത് ഒന്ന് ബ്ലാക്കും ഒന്ന് റെഡ് ആവാം. സോ ഫസ്റ്റ് ഞാൻ എടുക്കുമ്പോൾ ബ്ലാക്ക് വരാം ആൻഡ് സെക്കൻഡ് റെഡ് വരാം. ഓർ ഫസ്റ്റ് ബ്ലാക്ക് തന്നെ വരണമെന്നില്ല, റെഡ് വരാം, സെക്കൻഡ് ball is black. So what is the probability? So P of B1 intersection R2 or എന്ന് പറയുമ്പോൾ plus P of R1 intersection B2. Now black കിട്ടാൻ 10 by 18, red 8 by 18. Or so plus P of R1 red വരുന്നത് 8 by 18 into intersection ആവുമ്പോൾ into black വരുമ്പോൾ 10 by 18. Simplifying 2, 5, 2, 9, 2, 4, 2, 9, 20 by 81 plus 2, 4, 2, 9, 2, 5, 2, 9, 20 by 81 which is equal to 40 by 80. This is the required probability of getting either one is black or one is red. And the problem, probability of solving specific problem independently by A and B are 1 by 2 and 1 by 3. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം. A and B are the persons. അവരെ ഇൻഡിപെൻഡൻ്റ്ലി ദേ സോൾവ് ദ പ്രോബ്ലം. അതിൻ്റെ പ്രോബിലിറ്റീസ് ആണ് തന്നിരിക്കുന്നത്. അതായത് എ സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1 by 2, ബി സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1 by 3. ഇഫ് ബോത്ത് ട്രൈ ടു സോൾവ് ദ പ്രോബ്ലം ഇൻഡിപെൻഡൻ്റ്ലി
find the probability that രണ്ടു പേരും പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇരിക്കുകയാണ്. find the probability that the problem is solved. പ്രോബ്ലം സോൾവ് ആവാനുള്ളതിൻ്റെ പ്രോബിലിറ്റി. സെക്കൻഡ് വൺ, എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ്സ് ദ പ്രോബ്ലം. എക്സാക്ട്ലി വൺ, ഒരാൾ അത് സോൾവ് ചെയ്യുന്നു. സോ എ ആൻഡ് ബി ആർ സിറ്റിംഗ് ടുഗെദർ ടു സോൾവ് ദ പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വൺ, പ്രോബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ് എന്ന് പറയുകയാണെങ്കിൽ പ്രോബ്ലം സോൾവ് ആവണം. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? ഇറ്റ് ക്യാൻ ബി ഐദർ എ ഓർ ബി. എയും ബിയും ആണ് പ്രോബ്ലം സോൾവ് ചെയ്യാനിരിക്കുന്നത്. സോ പ്രോബ്ലം ഈസ് സോൾവ് എന്ന് പറയുമ്പോൾ പ്രോബ്ലം അത് ഇന്ന ആളെന്ന് പറയുന്നില്ല അതിൽ, പ്രോബ്ലം സോൾവ് ആവണം. സോ ഇറ്റ് ക്യാൻ ബി എ ഓർ ഇറ്റ് ക്യാൻ ബി ബി. സോ പ്രോബ്ലം ദാറ്റ് എ ക്യാൻ സോൾവ് ദ പ്രോബ്ലം ഓർ ബി ക്യാൻ സോൾവ് ദ പ്രോബ്ലം. or വരുമ്പോൾ യൂണിയൻ. സോ വാട്ട് ഈസ് പി ഓഫ് എ യൂണിയൻ ബി? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പി ഓഫ് എ 1/2 തന്നിട്ടുണ്ട്, പി ഓഫ് ബി 1/3, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എ ആൻഡ് ബി ഇൻഡിപെൻഡൻ്റ്ലി സോൾവ് ദ പ്രോബ്ലംസ്. സോ വാട്ട് ഈസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി വരും, വിച്ച് ഈസ് 1/2 ഇൻറ്റു 1/3. സോ 1/2 plus 1/3 minus 1/6. 6 is the LCM. Solve ചെയ്യാം. 3 plus 2 minus 1, 4/6 or 2/3 is the required probability. Probability that the problem is solved എന്ന് പറയുന്നത് 2/3 ആയിട്ട് വരും. Second case, exactly one of them solves the problem. അതായത് എ ബി പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കുമ്പോൾ എക്സാക്ട്ലി വൺ ഓഫ് ദം. സോ ആരെങ്കിലും ഒരാൾ എയോ ബിയിൽ ആരെങ്കിലും ഒരാൾ സോൾവ് ചെയ്യണം എന്ന് പറയുമ്പോൾ എ സോൾവ് ചെയ്യാം, അപ്പോൾ ബി അവിടെ ഫെയിലായി. ഓർ ബി സോൾവ് ചെയ്തിട്ട് എ അവിടെ ഫെയിൽ ആവാം. സോ സിൻസ് എ ആൻഡ് ബി ടുഗെദർ സിറ്റ് ടു സോൾവ് ദ പ്രോബ്ലം, എക്സാക്ട്ലി വൺ ഓഫ് ദം എന്ന് പറയുമ്പോൾ എ സോൾവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ബി ഫെയിലായി, ഓർ ബി സോൾവ് ചെയ്യുമ്പോൾ എ ഫെയിലായി. സോ ഹൗ വിൽ റൈറ്റ് ദ ഇവൻറ്റ്സ്? സോ ദ സെക്കൻഡ് വൺ, പ്രോബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ്സ് ദ പ്രോബ്ലം എന്ന് പറയുമ്പോൾ എ സോൾവ് ചെയ്തിട്ട് ബി അവിടെ ഫെയിൽ ആവുന്നു. ബിയുടെ പ്രോബിലിറ്റി ആണ് സോൾവിങ് തന്നിട്ടുള്ളത്, പ്രോബിലിറ്റി ദാറ്റ് ബി സോൾവ്സ് ദ പ്രോബ്ലം. അപ്പോൾ ബി ഫെയിൽ ആവണു എന്ന് പറയുമ്പോൾ ബി ഡാഷ്, എ സോൾവ്സ് ആൻഡ് ബി ഫെയിൽസ്. ദിസ് ഈസ് വൺ പോസിബിലിറ്റി. എ ആണ്, എക്ക് സോൾവ് ചെയ്യാൻ പറ്റാം. എക്സാക്ട്ലി വൺ ഓഫ് ദം എന്നേ പറയുന്നുള്ളൂ, അത് എ ആവണമെന്ന് പറയുന്നില്ല. സോ എ ആണെങ്കിൽ എ ആൻഡ് ബി ഡാഷ്, ഓർ വാട്ട് ക്യാൻ ബി? എ സോൾവ് ചെയ്യാതിരിക്കാം, സോ ഇറ്റ് ക്യാൻ ബി ബി. സോ ബി ആൻഡ് എ ഡാഷ്. ദിസ് ഈസ് ദ റിക്വയർഡ് പ്രോബിലിറ്റി. ഇവിടെ എ സോൾവ് ചെയ്യുന്നു ഓർ ബി സോൾവ് ചെയ്യുന്നു, പക്ഷെ ഇവിടെ എ സോൾവ് ചെയ്യുമ്പോൾ ബി അവിടെ ഫെയിലായി. അങ്ങനെയാണ് അവിടെ എക്സാക്ട്ലി വൺ ഓഫ് ദം എന്ന് പറയും. So this is P of A intersection B dash union P of B intersection A dash. So solving P of A into P of B dash plus P of B into P of A dash. P of A into P of B dash, because A and B independent ആണ്. അപ്പോൾ എയും ബി ഡാഷ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സിമിലർലി P of B into P of A dash. P of A 1/2, P of B 1 minus 1/3 plus P of B 1/3 into 1 minus 1/2, which is 1/2 into 2/3 plus 1/3 into 1/2. So 1/3 plus 1/6. 1/3 plus 1/6. Taking LCM, 2 plus 1, 3/6, which is 1/2. 1/2 is the required probability. അതായത് എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി അവിടെ 1/2 ആണ്. Given in a hostel 60% of the students read Hindi newspaper, 40% read English and 20% read both Hindi and English. A student is selected at random. Find the probability that she reads neither Hindi nor English paper. In a hostel 60%, ഇവിടെ പെർസെൻറ്റേജിൽ തന്ന കാരണം ലെറ്റ് ദ ടോട്ടൽ സാമ്പിൾ സ്പേസ്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 100 ആയിട്ട് എടുക്കാം. സോ ലെറ്റ് n of s is equal to 100 number of students.
and 60% of the students read Hindi newspaper, 40% read English. So N of H, H stands for Hindi. N of H എന്ന് പറയുന്നത് 60 ആണ്, N of English 40 ആണ്, and N of H intersection E 20 ആണ്. This is what is given. Number of Hindi reading newspaper 60, N of E English 40, N of both English and Hindi 20 ആണ്. So what will be probability of students who are reading English newspaper എന്ന് പറയുന്നത്? English newspapers, number of students reading English newspapers എത്രയാണ്? 40 out of 100. So what do we get? 2/5. Probability of students reading Hindi newspapers, probability ആണ്. Number of Hindi എത്രയാണ് newspaper വായിക്കുന്നവർ? 60 out of how many? 100. So again here it is 3/5. Now what is the probability of reading both English and Hindi? Probability of students reading English and Hindi എന്ന് പറയുന്നത് 20 out of 100, which is equal to 1/5. Now first question എന്താണ്? Probability of the student, ഒരു സ്റ്റുഡൻറ്റ് സെലക്ട് ചെയ്യണു, ആ സ്റ്റുഡൻറ്റ് ഹിന്ദിയും ഇംഗ്ലീഷും വായിക്കാത്ത ഒരു കുട്ടിയാവണം. ഷീ റീഡ്സ് നൈദർ ഹിന്ദി നോർ ഇംഗ്ലീഷ്. ഹിന്ദി വായിക്കുന്നതാണ് എച്ച് എങ്കിൽ നൈദർ ഹിന്ദി, സോ എച്ച് ഡാഷ്, ആൻഡ് നൈദർ ഹിന്ദി നോർ, ഹിന്ദിയും പാടില്ല ഇംഗ്ലീഷും പാടില്ല, സോ ഇ ഡാഷ്, എച്ച് ഡാഷ് intersection E dash, which is P of H union E the whole dash by De Morgan's law. A union B whole dash എന്ന് പറയുന്ന പോലെ H complement intersection E complement is H union E whole complement, which is 1 minus P of H union E. P of A dash is equal to 1 minus P of A. 1 minus P of A, which is 1 minus, now P of H union E എന്ന് പറയുന്നത് intersection വരുമ്പോൾ union ആണ്, 1 minus P of H union E. Now what is this according to formula? P of H plus P of E minus P of H intersection E ആയിട്ട് വരും. Now P of H, P of H, P of E, P of H intersection E നമുക്കറിയാം, substitute ചെയ്ത് ആൻസർ കാണാം. So this is equal to 1 minus, what is P of H? 3/5 plus P of E 2/5 minus P of H intersection E 1/5. So 1 minus 5, 3 plus 2 5, 4/5, which is 1/5 is the answer. So the probability that the student reads neither Hindi nor English is 1/5. ഇതേപോലെ ഇതിൽ തന്നെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇഫ് ഷീ റീഡ്സ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതേ പ്രോബ്ലത്തിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് ഷീ റീഡ്സ് ഹിന്ദി ന്യൂസ് പേപ്പർ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഷീ റീഡ്സ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ. If she reads this is the probability. If she reads Hindi newspaper, find the probability that she reads English newspaper. If she reads Hindi, Hindi വായിക്കുന്ന കുട്ടിയാണെങ്കിൽ, that is the condition. Find the probability that she reads English newspaper. So probability that if she reads Hindi, Hindi newspaper വായിക്കുന്ന കുട്ടിയാണെങ്കിൽ, find the probability that she reads English newspaper. Conditional probability, first topic. So what is that? P of E intersection H by P of H, mathematically. Now P of E intersection H namukkariyam 1/5 by P of H, probability of in reading Hindi newspaper
60 by 100, 3 by 5. So we get 1 by 3. This is the required probability. ഇതേപോലെ third question ഇതേമാതിരി പറയുന്നുണ്ട്. If she reads English newspaper, find the probability that she reads Hindi newspaper. Similar question. നേരെ തിരിച്ചു ചോദിച്ചിരിക്കുന്നു. If she reads English, find the probability she reads Hindi newspaper. If she reads English, അപ്പോൾ given she reads English ആണെങ്കിൽ she reads ഹിന്ദിയുടെ probability കാണാൻ. She reads Hindi newspaper is P of H given E, which is P of H intersection E by P of E mathematically. So H intersection E നമുക്കറിയാം 1 by 5. Reading both English and Hindi. By probability of E, probability that she reads English newspaper 40%, 4 by 10, 2 by 5. So we have it is 1 by 2. So probability that she reads Hindi newspaper given she reads English ആണെങ്കിൽ 1 by 2 ആണ്.